ദേവീ ശരണമമ്മേ, ജ്ഞാനമർത്ഥിച്ചു നിൽക്കുന്നൊരായിരം ദീപനാളപ്രഭയിലെ ജ്യോതിയായി വാഴുമംബികേ ദേവി സരസ്വതി, കൈതൊഴുന്നിതാ ഞങ്ങൾ കനിയണേ. ദേവീ ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധത്തിലെ അടുത്ത സപ്തമോധ്യായ 17ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 17ാമത്തെ അധ്യായത്തിൽ ധർമ്മധ്വജന്റെ പുത്രിയുടെ കഥ ആണ് വിവരിക്കുന്നത്. തുളസി ജനനം, തുളസി ആവിർഭാവത്തിനെയാണ് ഇവിടെ ഈ കഥയിലൂടെ നാരായണ ഋഷി പറഞ്ഞുകൊണ്ടുപോകുന്നത്. ധർമ്മധ്വജസ്സ പത്നീജ മാധവീദീജ വിശ്രുത നൃപേണ സാർദ്ധം സാരാമേ രേമേ ച ഗന്ധമാദനേ. മാധവി എന്ന പ്രസിദ്ധയായിരുന്നു ധർമ്മധ്വജന്റെ പത്നി. ഗന്ധമാദന പർവ്വതത്തിലെ ആരാമത്തില് രാജാവൊത്ത് അവൾ വിഹരിച്ചു. സർവാംഗങ്ങളിലും ചന്ദനമൊക്കെ പൂച്ചി പുഷ്പങ്ങളുടെയും ചന്ദനത്തിൻ്റെയും സുഖം പേറുന്ന വായുവേറ്റ അതിസുന്ദരിയായ അവൾ രത്നഭൂഷണങ്ങളൊക്കെ അണിഞ്ഞ് രസികനായ ഭർത്താവിനോടുകൂടി രസികമായിട്ടുള്ള കാമിനിയായിട്ട് അവിടെ വിഹരിച്ചു. കാമക്രീഡാ പണ്ഡിതരായ അവൾക്ക് കാമകേളികളിൽ വിരക്തിയുണ്ടായില്ല. പിന്നെ ആ രാജാവ് ബോധപൂർവം സുരതക്രീഡയിൽ നിന്ന് വിരമിച്ചു. സുന്ദരിയായ അവൾക്ക് അതിൽ നിന്ന് വിരമിക്കുന്നതിന് തീരെ തൃപ്തിയുണ്ടായില്ല. വേഗം തന്നെ അവൾ ഗർഭിണിയാവുകയും ദൈവകത്യ 100 വർഷം ആ ഗർഭം ചുമന്നു നടക്കുകയും ചെയ്തു. സ്ത്രീയെ ഗർഭത്തിൽ ധരിച്ചതിനാൽ ആ ഗർഭം തേജോമയമായി പ്രതിദിനം വളർന്നു. ശുഭയോടൊത്ത് ചേർന്ന ശുഭദിനത്തിലെ ശുഭമുഹൂർത്തത്തില് ശുഭലഗ്നത്തില് ശുഭാംശത്തില് പ്രധാന ശുഭഗ്രഹങ്ങളായിട്ടെല്ലാം ഗ്രഹങ്ങളും നിൽക്കെ കാർത്തിക മാസത്തിലെ പൗർണമി ദിനത്തിലെ വെള്ളിയാഴ്ച ദിവസം മാധവി ലക്ഷ്മിയുടെ അംശത്തോടുകൂടി അഴകാർന്ന ഒരു കന്യകയെ പ്രസവിച്ചു. ശരത്കാല പൂർണ്ണബിന്ദുവിന് സൂര്യമായിട്ടുള്ള മുഖവും നല്ല ശരത്കാല പങ്കജത്തിന് തുല്യമായിട്ടുള്ള കണ്ണുകളും നല്ല രൂപവർണ്ണവും ഒക്കെ ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് നല്ല കേശഭാരങ്ങൾ, നല്ല ശ്യാമള നിറം മുതലായിട്ടുള്ളവയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അടുത്ത കുറച്ച് ശ്ലോകങ്ങളിലൂടെ ആ കുട്ടിയുടെ രൂപങ്ങളെയെല്ലാം ഇവിടെ ദീർഘമായിട്ട് വിവരിക്കുന്നുണ്ട്. വിദ്വാൻമാർ അവൾക്ക് തുലനമറ്റവൾ എന്ന പേർ അർത്ഥത്തിൽ വരുന്ന തുളസി എന്ന പേര് നൽകി. അപ്പോൾ തുളസി എന്ന് പറഞ്ഞാൽ തുലനമറ്റവൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആരുമായിട്ട് തുലനം ചെയ്യാൻ കഴിയാത്തവൾ എന്നുള്ള കമ്പയർ ചെയ്യാൻ കഴിയാത്തവൾ. അങ്ങനെ തുലാം അസ്യതി ഇതി തുളസി എന്ന് അതിന് വാക്യാർത്ഥം പറയുന്നുണ്ട്. ഭൂമിയിൽ ഇത്ര യോഗ്യത മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. അവൾ സാക്ഷാൽ പ്രകൃതിദേവി തന്നെ ആയിരുന്നു. എല്ലാവരും തടഞ്ഞെങ്കിലും അവൾ തപസ്സിനായിട്ട് ബദരീവനത്തിലേക്ക് പോയി. അവിടെ 1,00,000 ദിവ്യവർഷം കഠിന തപസ് ചെയ്തു എന്നാണ് പറയണത്. ഭഗവാൻ നാരായണൻ തന്നെ തൻ്റെ ഭർത്താവായി തീരണമെന്ന് മനസ്സാ തീരുമാനിച്ചു കൊണ്ടിരുന്നു. ഗ്രീഷ്മത്തിൽ പഞ്ചാഗ്നി മധ്യത്തിലും ശീതകാലത്ത് ജലാന്തർഭാഗത്തും വർഷകാലത്ത് ആസനസ്ഥനമായിരുന്ന രാപകൽ മഴയേറ്റും 20,000 വർഷം ഫലങ്ങളും വെള്ളവും മാത്രം കഴിച്ചും 30,000 വർഷം ഇലകൾ മാത്രം ഭക്ഷിച്ചും 40,000 വർഷം വായു മാത്രം ഭക്ഷിച്ചും പിന്നെ 10,000 വർഷം നിരാഹാരിയും ആയിട്ട് അവൾ കഠിനമായിട്ട് തപസ് ചെയ്തു എന്നാണ് പറയണത് തുളസി. നിർലക്ഷ്യമായി ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്ന അവളെ കണ്ട ബ്രഹ്മാവ് അവൾക്ക് വരം നൽകാൻ വേണ്ടി ബദരികാശ്രമത്തിൽ ചെന്നു.
ഹംസവാഹനനായ ചതുർമുഖനെ കണ്ട ഉടൻ അവൾ പ്രണമിച്ചു. അപ്പോൾ സൃഷ്ടിയിൽ നിപുണനായ ബ്രഹ്മാവ് അവളോട് ചോദിച്ചു, ഹേ തുളസി, നീ ആഗ്രഹിക്കുന്ന വരം ചോദിച്ചോളൂ. ഭഗവാൻ ശ്രീഹരിയിലുള്ള ഭക്തി, ഹരിയുടെ ദാസ്യം, അജരത, അമരത്വം, എന്താണോ നിനക്കാഗ്രഹം അത് വരിച്ചോളൂ എന്ന് ബ്രഹ്മാവ് ചോദിച്ചു. പിതാമഹ, എൻ്റെ മനസ്സിലെ ആഗ്രഹം ഞാൻ അങ്ങയെ അറിയിക്കാമെന്ന് പറഞ്ഞ് തുളസി പറഞ്ഞു. അങ്ങ് സർവജ്ഞനാണല്ലോ, അങ്ങയുടെ മുമ്പിൽ ഞാൻ എന്തിനാണ് ലജ്ജിക്കേണ്ടത്? ഞാൻ പണ്ട് ഗോലോകത്ത് കഴിഞ്ഞിരുന്ന തുളസി എന്ന ഗോപികയാണ്. കൃഷ്ണന് പ്രിയപ്പെട്ടവളും കൃഷ്ണന്റെ ദാസിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അർദ്ധാംഗിനിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട എല്ലാമായിരുന്നു ഞാൻ. ഗോവിന്ദനോട് ചേർന്ന് ഞാൻ രതിക്രീഡയിൽ മുഴുകിയിട്ടുണ്ട്. എങ്കിലും എനിക്ക് അതിൽ മതി വന്നിട്ടില്ല. ഒരു ദിവസം രാസാധിഷ്ഠിത സമേധ്യായ രാധാദേവി രാസമണ്ഡലത്തിൽ വെച്ച് കണ്ടു. ആ ദേവി അപ്പോൾ ഗോവിന്ദനെ ശകാരിക്കുകയും കോപത്തോടെ എന്നെ ശപിക്കുകയും ചെയ്തു. നീ മനുഷ്യയോനിയിൽ ചെന്ന് പിറക്കട്ടെ എന്ന് അന്ന് ഗോപിയായിരുന്ന തുളസിയായിരുന്ന എനിക്ക് രാധാദേവി ശാപം തന്നു. ആ സമയത്ത് ഗോവിന്ദൻ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു, എൻ്റെ അംശത്തിൽ ജനിച്ച ചതുർബാഹുവായ ഹരിയെ നിനക്ക് ഭർത്താവായിട്ട് ലഭിക്കും. ഭാരതത്തിൽ വസിച്ച് തപസ് ചെയ്തുകൊള്ളൂ. ബ്രഹ്മാവ് നിനക്ക് അതിനുള്ള വരം നൽകും എന്ന് പറഞ്ഞ ആ ദേവേശൻ അന്തർധാനം ചെയ്തു. രാധാദേവിയെ ഭയപ്പെട്ട ഞാൻ എൻ്റെ ശരീരം ഉപേക്ഷിച്ച് ഭൂമിയിൽ വന്ന് ജനിച്ചു. സുന്ദരസ്വരൂപനും ശാന്തമൂർത്തിയും കാന്തനുമായ നാരായണനെ ഞാൻ ഭർത്താവായി ഇപ്പോഴും ലഭിക്കണമെന്നുള്ള വരമാണ് വരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനെ അങ്ങ് എനിക്ക് നൽകിയാൻ കൃപയുണ്ടാവണം എന്ന് തുളസി തൻ്റെ മനോരഥം പറഞ്ഞു. കേട്ട ബ്രഹ്മാവ് പറഞ്ഞു, സുധാമാവ് എന്നൊരു ഗോപനും ഗോലോകത്തുണ്ടായിരുന്നു. ശ്രീകൃഷ്ണന്റെ ശരീരത്തിൽ നിന്നാണ് അവൻ്റെയും ജനനം. ശ്രീകൃഷ്ണന്റെ അംശത്തോടെ ജനിച്ച തേജോമയനായ അവനും ഇപ്പോൾ ഭാരതത്തിൽ ജനിച്ചിട്ടുണ്ട്. രാധയുടെ ശാപം നിമിത്തം അവൻ ദാനവംശത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ശംഖചൂടൻ എന്ന പേരിൽ അവൻ പ്രസിദ്ധനാണ് എന്ന് പറഞ്ഞു. അപ്പം ഈ സുധാമാവ് ഇപ്പോഴ് ശംഖചൂടനായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറയാണ്. അവന് തുല്യനായ ഒരുവൻ ഈ മുപ്പാരിലും ഇല്ല. പണ്ട് ഗോലോകത്ത് വെച്ച് നിന്നെ കണ്ട അവൻ കാമമോഹിതനായിരുന്നു. എന്നാൽ നിന്നെ ഒന്ന് ആശ്ലേഷിക്കാൻ രാധാദേവിയുടെ പ്രഭാവത്താൽ അവന് കഴിഞ്ഞില്ല. സാഗരത്തിലായിരുന്നു അവൻ്റെ ജനനം. ഭഗവാന്റെ അംശമായതിനാൽ അവനും പൂർവജന്മ സ്മരണയുണ്ട്. അതുകൊണ്ട് ഹേ സുന്ദരി, നിനക്കും പൂർവജന്മ സ്മരണയുള്ളതിനാൽ നിനക്കെല്ലാം അറിയാമല്ലോ. ഈ ജന്മത്ത് നീ അവൻ്റെ പത്നിയായിട്ട് ഭവിക്കും. പിന്നീട് ശാന്തസ്വരൂപനും തേജോമയനുമായ നാരായണനെ നിനക്ക് പതിയായി വരിക്കാം. ആ നാരായണന്റെ തന്നെ ശാപം നിമിത്തം ദൈവനിയോഗമനുസരിച്ച് കലാംശത്തോടെ നീ വിശ്വത്തെ പാവനമാക്കുന്ന പരിശുദ്ധ വൃക്ഷസ്വരൂപിയായിട്ട് ഭവിക്കും. സർവ പുഷ്പങ്ങളിലും വെച്ച പ്രധാനിയും വിഷ്ണുവിന് പ്രാണനേക്കാൾ പ്രിയമായിട്ടും ഭവിക്കും എന്നെല്ലാം ഇതാ ബ്രഹ്മാവ് പറയണു. ബാക്കി ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീ മഹാദേവ്യേ നമഃ. ശ്രീഹരയേ നമഃ.